ഇറാന് ആണവായുധങ്ങൾ സംഭരിക്കാൻ അവകാശമില്ല എന്ന G7 നേതാക്കൾ. സ്വയരക്ഷയ്ക്കുള്ള അവകാശം ഇസ്രയേലിനുണ്ട്. G7 സമ്മേളനത്തിന്റെ കരട് പ്രസ്താവനയിലാണ് നേതാക്കളുടെ നിലപാട്. ഇറാൻ ആണവ ഭീഷണി മുഴക്കുന്ന സാഹചര്യത്തിലാണ് G7 നേതാക്കളുടെ പ്രസ്താവന. ഐസൻ ജോസ് ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി. ഇറാൻ ആണവായുധങ്ങൾ സംഭരിക്കാൻ അവകാശമില്ല എന്നതാണ് G7 നേതാക്കളുടെ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വയരക്ഷയ്ക്കുള്ള അവകാശം ഇസ്രയേലിനുണ്ട് എന്നും നേതാക്കൾ പറഞ്ഞു വെക്കുകയാണ്. G7 സമ്മേളനത്തിന്റെ കരട് പ്രസ്താവനയിലാണ് നേതാക്കളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാൻ ആണവ ഭീഷണി മുഴക്കുന്ന സാഹചര്യത്തിലാണ് G7 നേതാക്കളുടെ പ്രസ്താവന പുറത്തേക്ക് വരുന്നത്. ഐസൻ തുടരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഐസൻ, ഈ G7 നേതാക്കളുടെ ഈ ഒരു പ്രസ്താവന ഇറാന് വലിയൊരു തിരിച്ചടിയാവുകയാണല്ലേ? തീർച്ചയായും ദേവിക, ഇറാനെ സംബന്ധിച്ചിടത്തോളം G7 നേതാക്കളുടെ കരട് പ്രസ്താവന, അതായത് ഡ്രാഫ്റ്റ് ഡോക്യുമെൻ്റ് എന്ന രീതിയിൽ പുറത്തു വന്നിരിക്കുന്ന ആ ഒരു പ്രസ്താവനയിലാണ് ഈ വിശദാംശങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിൽ വളരെ കൃത്യമായി പറയുന്നത് സ്വയരക്ഷയ്ക്കുള്ള അവകാശം ഇസ്രായേലിനുണ്ട്, അതുപോലെ തന്നെ ഇറാനെ ആണവായുധങ്ങൾ സംഭരിക്കാനുള്ള അവകാശമില്ല എന്ന നിലപാട് തന്നെയാണ് വളരെ കൃത്യമായി പറയുന്നത്. അതായത് ആണവായുധങ്ങൾ സംഭരിക്കുന്നതിന് വേണ്ടി ചില നീക്കങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. നേരത്തെ തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സംബന്ധിച്ചുള്ള പരിശോധനകൾക്കും അത് സംബന്ധിച്ചുള്ള തുടർ നടപടികൾക്കുമുള്ള നീക്കങ്ങൾ കാര്യക്ഷമമായി നടക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് അമേരിക്ക ഉൾപ്പെടെ ഇടപെട്ട് ചർച്ചകളിലേക്ക് നീങ്ങുകയും ചെയ്തത്. ഈ 5 തവണ ചർച്ചകൾ നടന്ന 6ാമത്തെ തവണ ചർച്ചകളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ആക്രമണവും ഇത്തരത്തിലൊരു സാഹചര്യവും വളർന്നു വന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ആക്രമണം ഇറാനെതിരെ നടത്തേണ്ട ഒരു സാഹചര്യം ഒഴിവാക്കാനാവാത്ത ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ശക്തമായൊരു നിലപാട് G7 രാജ്യങ്ങളുടെ നേതാക്കളുടെ ഡ്രാഫ്റ്റ് പ്രസ്താവനയിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ വളരെ കൃത്യമായി പറയുന്നത് ഇത്തരത്തിൽ ആണവായുധങ്ങൾ സംഭരിക്കാനുള്ള അവകാശം ഇറാനില്ല എന്ന് തന്നെയാണ്. ഇല്ലാത്ത അവകാശത്തിൻ്റെ പേരിൽ ഇത്തരത്തിൽ ആണവായുധങ്ങൾ സംഭരിച്ചത് ശക്തമായ ഒരു ആക്രമണത്തിന് വഴിവെച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇസ്രായേൽ തന്നെയാണ് ആ ആക്രമണം നടത്തിയത് എന്നതുകൊണ്ട് തന്നെ ഇസ്രായേലിന് അനുകൂലമായൊരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, ഇസ്രായേലിനെ എടുത്തു പറയുന്നത് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. അതായത് തങ്ങൾക്കെതിരെ വരുന്ന ഒരു ആണവായുധ ഭീഷണിയെ പ്രതിരോധിക്കാനുള്ള അവകാശം ഉണ്ട് എന്ന നിലപാട് തന്നെയാണ് അറിയിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിനെതിരെ വരുന്ന ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് ഇസ്രായേലിൽ നിന്ന് G7 രാജ്യങ്ങളുടെ നേതാക്കൾ പ്രസ്താവിക്കുന്നു. അതുപോലെ തന്നെ ആ G7 രാജ്യങ്ങളുടെ നേതൃത്വം തന്നെ കൃത്യമായി ആണവായുധങ്ങൾ ശേഖരിക്കാനുള്ള അധികാരമില്ല ഇറാനെ എന്നും പ്രസ്താവന നടത്തുന്നത് വളരെ കൃത്യമായൊരു സന്ദേശം തന്നെയാണ് നൽകുന്നത്. G7 രാഷ്ട്രങ്ങൾ ഇസ്രായേലിനൊപ്പം എന്ന നിലപാട് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേവിക.